ഓൾ അമ്പാടിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇത്തിരി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് വലുപ്പമേ ഉള്ളൂ. അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലൊരു റോസ്റ്റ് ആക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ സവാളയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച 2 പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് അരവ് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നേരത്തെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടതുകൊണ്ട് ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഇത്തിരി ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും ഇട്ടേക്കണേ താഴെ. ചെമ്മീനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി ഇതാ ഒരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല ഞാൻ, കാരണം ചോറിന് വേണമെങ്കിലും നമുക്കിത് കൂട്ടി കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.